ചെയ്തത് സത്യമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ചെയ്തത് അത്തരം ഹണി ട്രാപ്പ് തന്നെയാണ്. അത് ഹണി ട്രാപ്പ് അല്ലായിരുന്നു, സത്യസന്ധമായ കാര്യമാണ് എന്ന് ഇപ്പോഴും അജിത് എന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കുന്നു. അന്ന് ഖേദം പ്രകടിപ്പിച്ചത് നമുക്കുണ്ടായ തെറ്റല്ല, ഇവരെല്ലാം പറഞ്ഞതുകൊണ്ടാണ്. അന്ന് ചെയ്തത് സത്യസന്ധമായ വാർത്തയെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ മൂന്നാമത്തെ മണിക്കൂറൊക്കെ രാജിവെക്കും. ഞാൻ അസത്യമാണെങ്കിൽ മൂന്നാമത്തെ മണിക്കൂർ പ്രഷർ ഉണ്ട്, ഒരു മന്ത്രിസഭയ്ക്ക് ഒരു പ്രഷർ ഉണ്ടല്ലോ. ഒരു ചാനൽ വന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ, ഒരു വാർത്ത അടിക്കുമ്പോൾ, ഒരു മാധ്യമ അന്ന് മാധ്യമപ്രവർത്തകർ വില ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ഒരു കാര്യം ഹൈദരലി, അന്ന് അസത്യമാണെങ്കിൽ ഞങ്ങളെ പിടിച്ച് അപ്പ ജയിലിലിടാവല്ലോ. അസത്യമായൊരു വാർത്ത അന്ന് അഭിലാഷ്, ഇപ്പോഴത്തെ മാതൃഭൂമിയിലെ അഭിലാഷ് എന്നോട് ചോദിച്ചു. അന്ന് റിപ്പോർട്ട് റിവ്യൂവിൽ എന്നോട് ചോദിച്ചു, ചർച്ചയിൽ എന്നോട് ചോദിച്ചു, ഇത് അസത്യമാണെങ്കിൽ നിങ്ങൾ രാജിവെക്കുമോ? അസത്യമല്ല, പിന്നെന്തിനാ രാജിവെക്കുന്നത്? അന്ന് നികേഷിൻ്റെ റിപ്പോർട്ടർ ടി വിയിൽ അന്ന് ഞങ്ങൾ ജയിലിലേക്ക് കോടതി ഹാജരാക്കാൻ കൊണ്ടുപോയി. കോടതി ഹാജരാക്കാൻ ഞങ്ങളെ കയ്യാമം വെച്ചാണ് കൊണ്ടുപോകുന്നത്, വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോകുന്നത്. അന്ന് 500 അഭിഭാഷകർ ചുറ്റും നിന്ന് തെറി പറഞ്ഞു, കൂവി വിളിച്ചു. അന്ന് അഭിഭാഷകരും പത്രക്കാരും തമ്മിലുള്ള പ്രശ്നം നടന്നത്. അന്ന് എനിക്കൊരു പ്രശ്നമുണ്ടായി. അന്ന് പത്രക്കാരും അഭിഭാഷകരും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റാണ്. അന്ന് മനോരമ ഒഴികെ എല്ലാ ചാനലിലും പത്രക്കാർക്ക് വേണ്ടി ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ഞാനാണ്. സ്വാഭാവികമായിട്ട് അഭിഭാഷകർക്കെതിരെ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിക്കാൻ ഒട്ടും മോശമല്ലല്ലോ. അപ്പോൾ ആർഗ്യൂ ചെയ്ത് രാംകുമാറിനെ വരെ ഞാൻ വെള്ളം കുടിപ്പിച്ചു. നമ്മുടെ അഡ്വക്കേറ്റ് രാംകുമാറിനെ വരെ അദ്ദേഹത്തിൻ്റെ നിശബ്ദമാക്കി, അദ്ദേഹത്തോട് സംസാരിച്ച്. ആ ഒരു അവസ്ഥയിൽ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു, ചാനൽ മേധാവിയെ അഭിഭാഷകർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് ആഘോഷിച്ച പത്രക്കാരാണുള്ളത്. അതായത് അവർക്ക് വേണ്ടി സംസാരിച്ച, അല്ലാതെ എനിക്കെന്താ അഭിഭാഷകരുമായിട്ട് പ്രശ്നം? ഞാൻ അവരുമായിട്ടൊരു പ്രശ്നമില്ല. അവർക്ക് വേണ്ടി ആർഗ്യൂ ചെയ്ത, ഡിബേറ്റിൽ പങ്കെടുത്ത, മാധ്യമങ്ങൾക്ക് വേണ്ടി വീരോടെ വാദിച്ച എന്നെ അതിൻ്റെ പേരിൽ അഭിഭാഷകർ കൂക്കി വിളിച്ചപ്പോൾ ചാനൽ മേധാവിയെ അഭിഭാഷകർ തടഞ്ഞു വെച്ചു എന്നിവിടുത്തെ അടിക്കുറിപ്പ് കൊടുത്ത, ടിക്കർ കൊടുത്ത ആൾക്കാരാണ് ഇവിടുത്തെ പ്രമാണിമാർ. എന്ത് അന്തസ്സാ മാധ്യമപ്രവർത്തനത്തിലുള്ളത്? ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും പത്രക്കാർക്കും കിട്ടേണ്ടത് കിട്ടി. ആത്മാഭിമാനമുള്ള ഒരുത്തരും ഈ രംഗത്തേക്ക് വരാത്ത നിലയിലേക്ക് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടെത്തിച്ചത് ഇതുപോലുള്ള മാന്യന്മാരാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വച്ചതിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. അന്ന് ചെയ്തത് തെറ്റല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ജയിലിൽ പോകേണ്ട വന്നു. കോടതി കേസിന്റെ FIR ഉള്ളൂ, ഒരു തെളിവില്ല. FIR ലെവലിൽ ഇപ്പോഴും ഇപ്പോൾ നിൽക്കുകയാണ്, കേസ് നിൽക്കുകയാണ്. പിന്നീട് ശശീന്ദ്രൻ മന്ത്രിയാവുന്നു. ഇപ്പോഴും എന്തൊക്കെ കേസ് ഈ മന്ത്രിസഭയിൽ എന്തൊക്കെ കേസ് ചീഞ്ഞു നാർന്ന ഒരു ടെലിഫോൺ സംഭാഷണം ഉണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അതിപ്പം ചില ഓൺലൈൻ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു ആരോപണം വീണ്ടും വന്നിട്ടുണ്ട്. ഒരു വനിതയോട് മോശമായി സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഫോണിൽ നിന്ന് സംസാരിക്കപ്പെട്ടു എന്നൊരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അണ്ണാൻ മരം കയറ്റം മറക്കില്ലല്ലോ, അതാണ് അവസ്ഥ. ഇപ്പോഴും വേറെ ഓൺലൈനിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൽ വരുന്ന എല്ലാ വാർത്തയും വിശ്വസിക്കാൻ കഴിയുമോ താങ്കളുടെ ഒരു സീനിയോറിറ്റി വെച്ചിട്ട്? എല്ലാ വാർത്തയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഓൺലൈൻ ക്രെഡിബിലിറ്റി ഇല്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാം അല്ലതാനും. പക്ഷെ താങ്കൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മംഗളം എന്നൊരു സ്ഥാപനം പൂർണ്ണമായിട്ടും താങ്കളുടെ കൂടെ നിന്നിരുന്നോ ഈ വിഷയം ഉണ്ടായപ്പോൾ? ഈ വിഷയം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നിന്നു. അതിനുശേഷം പിന്നെ ചാനൽ എവിടെ മംഗളം താങ്കളെ പുറത്താക്കല്ല, ഞാൻ 2021 രാജിവെക്കുക ചെയ്തത്. ഇപ്പോഴും ഓഫീസിൽ എൻ്റെ പേരും എൻ്റെ ബോർഡ് എൻ്റെ ഓഫീസിലുണ്ട്. അതിൻ്റെ ഓഫീസിൻ്റെ കീ ഇപ്പോഴും, എൻ്റെ മേശയുടെ കീ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ബോർഡ് ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല. ഞാൻ രാജിവെച്ചു 2021. രാജിവെച്ച സമയത്ത് അന്ന് മംഗളം ചാനൽ സക്സസ് ആക്കി എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെയാണ് ഞാൻ രാജിവെച്ചത്. എന്തൊക്കെയായിരുന്നാലും സക്സസ്സിന് പകരം സക്സസ് ഉണ്ടാകണം. അത് വേണം. ചാനൽ സക്സസ് ആക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും നേതൃപരമായ പങ്ക് വഹിച്ച ഞാൻ തന്നെയാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. ഇപ്പോഴും അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു വാർത്ത മംഗളം തുടങ്ങുമ്പോൾ, സാറ്റലൈറ്റ് തുടങ്ങി ഇത്തരമൊരു വാർത്ത വേണമെന്ന് ഈ പെൺകുട്ടി ആലോചിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്ന കുറേ പേര് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ അത് താങ്കളുടെ ടേബിൾ വരാതെയാണ് ടെലികാസ്റ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ പറയുന്നത്. താങ്കൾ അറിയുന്ന അത് കഴിഞ്ഞാന്ന് പറയുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞല്ല. അറിവോട് കൂടിയാണ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ വാർത്ത വരും. പക്ഷെ അറിവോട് കൂടിയാണ്. പക്ഷെ അത് ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അത് ശരി. ഇതിപ്പോൾ ഇതിനകത്ത് ലീഗൽ ഒപ്പീനിയൻ എടുക്കുകയും ചില ക്ലാരിറ്റി, അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്ന, ചില പ്രായോഗികമായ ചില മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ അത് വീട്ടമ്മ എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. ഇത് പത്രലേഖിക തന്നെ, ഞങ്ങളുടെ ലേഖിക തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അവരോട് സംസാരിച്ചപ്പോൾ അവർ തന്നെ റെക്കോർഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അത് വിജയമായാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെയാണ് സത്യം പോകുന്നത്. അതൊരു കാര്യം. അത് എഡിറ്റോറിയൽ ബോർഡൂടെ ചേർന്ന് ഒരുമിച്ച് കൂട്ടായ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അവിടെ നമുക്ക് പരാജയം ഉണ്ടായി. ഒരു വലിയ പരാജയം തന്നെയാണ് ആ വീഴ്ച. വലിയ വീഴ്ചയാണല്ലോ അനുഭവിച്ചു. പക്ഷെ ഇപ്പോഴും അജിത്ത് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ നിലവിലെ സ്ഥാപനത്തെ CEO ആയിരിക്കുമ്പോഴും ഇപ്പോഴും അന്നത്തെ വിഷയം താങ്കളെ അലട്ടുന്നുണ്ട്. താങ്കളോട് കൂടി ചങ്ങാത്തം കൂടിയ പല ആളുകളും മാറിപ്പോയിട്ടുണ്ട്. ചങ്ങാത്തം കൂടാൻ പല ആളുകളും വിസമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യം എന്നെ വിളിച്ച് സംസാരിച്ച് ഓഫീസിൽ AKG സെൻട്രൽ കൊണ്ട് കയറ്റുന്നത് കോടിയേരി ബാലകൃഷ്ണൻ. എന്നെ വിളിച്ച്, അതായത് നമ്മുടെ G കാർത്തികേയൻ്റെ മകൻ ശബരിനാഥിൻ്റെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കോടിയേരിയും ചേച്ചിയും വന്ന് വിളിച്ച് നാളെ വീട്ടിൽ കയറിയിരിക്കരുത്, നാളെ AKG സെൻറ്റർ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ തന്ന് എന്നെ വീണ്ടും ഏറ്റവും കൂടുതൽ പിന്തുണച്ചതിൽ ഒരാൾ കോടിയേരി ബാലകൃഷ്ണൻ. അത്തരമൊരു സാറ്റലൈറ്റ് ചാനൽ വേണ്ടായിരുന്നു. പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കത് വേണ്ടായിരുന്നു, അത് തുടങ്ങണ്ടായിരുന്നു, എൻ്റെ ഭാവിയെ ചാനൽ തുടങ്ങണ്ടായിരുന്നല്ല. ഇന്നായിരുന്നെങ്കിൽ ആ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ നാനാവശങ്ങൾ ഞാൻ പരിശോധിക്കുമായിരുന്നു. നാനാവശങ്ങൾ പരിശോധിക്കും. എൻ്റെ ലീഗൽ ഒപ്പീനിയൻ ഉൾപ്പെടെയുള്ള നാനാവശങ്ങൾ പരിശോധിക്കുമായിരുന്നു. അവിടെയാണ് ഏറ്റവും വീഴ്ച സംഭവിച്ചത്. അതെ. എന്നാലും ഒരു കാര്യമുണ്ട് ഹൈദരേ, വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനു മുമ്പ് 3 മന്ത്രിമാരെ ആരോപിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാം? ഒന്ന് PJ ജോസഫ്, മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസിൻ്റെ ഭാര്യ, അവരുടെ വൈഫ് ഹൗസിൻ്റെ ഫസ്റ്റ് കസിൻ, ആ തരത്തിലുള്ള ആളാണ് PJ ജോസഫ്. അദ്ദേഹം വിമാനത്തിൽ കൈയിട്ട ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ IG സന്ധ്യ റിപ്പോർട്ട് എടുത്താൽ വേണ്ടി ഗവൺമെൻറ് ചുമതലപ്പെടുത്തി. ആ സന്ധ്യയുടെ റിപ്പോർട്ട് എൻ്റെ ഒരു ലേഖകൻ കൊണ്ടു തന്നപ്പോൾ അത് അച്ചടിക്കാൻ, ഫ്രണ്ട് പേജിൽ അച്ചടിക്കാൻ ധൈര്യം കാണിച്ചാണ്. ഞാനല്ല വാർത്ത എഴുതിയത്, കൊടുക്കാൻ കാരണം ഞാനാണെന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ തീരുമാനമെടുത്തത്. രണ്ടാമത് TU കുരുവിള രാജകുമാരി ഭൂമി ഇടപാട് ഞാനാണ് വാർത്ത എഴുതുന്നത്. എൻ്റെ പേര് വെച്ച് ഞാൻ 10 ദിവസം എഴുതിയതിന് ശേഷമാണ് രാജകുമാരി മറ്റു പത്രങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. അന്ന് ചാനലുകളൊന്നും സജീവമല്ല. പത്രങ്ങൾ ടേക്കപ്പ് ചെയ്ത് TU കുരുവിള രാജിവെക്കുന്നു. അതിൻ്റെ തുടക്കം രാജീവ് നാരായണസ്വാമി എന്ന ഇടുക്കി കളക്ടർ എന്നെ വിളിച്ച് കരഞ്ഞതാണ്. രാത്രി വിളിച്ച് കരഞ്ഞു, അജിത്തെ എന്നെ കുരുവിള മന്ത്രി 19 തവണ നന്ദയ്ക്ക് വിളിച്ചു, എന്താ സ്വാമി കാരണം എന്നതിൽ നിന്നാണ് ആ വാർത്ത ഉണ്ടാകുന്നതും. 10 ദിവസം അടിച്ച് പിന്നെ TU കുരുവിള രാജിവെക്കുകയും ചെയ്തു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.